പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്തും തൊഴിൽ വാർത്തയ്ക്കകത്തൊക്കെ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ഈ ഒരു ഫസ്റ്റ് പേജിനകത്ത് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 170 അല്ലേ, ഓഗസ്റ്റിൽ 170 PSC പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത തന്നെ ആദ്യം കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ആ വാർത്ത തന്നെ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ 170 പരീക്ഷകളാണ് കേരള PSC നടത്താനായിട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് അതിന്റെ പ്രിലിംസ് പരീക്ഷയാണ്. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന്റെ പ്രിലിംസ് പരീക്ഷ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒക്കെ മെയിൻസ് പരീക്ഷ, LD ടൈപ്പിസ്റ്റ് ഉൾപ്പെടെയാണ് 170 തസ്തികകളിലേക്ക് കേരള PSC എന്ത് ചെയ്യാൻ പോകുന്നത്, ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഓഗസ്റ്റിൽ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഓഗസ്റ്റ് മാസത്തിൽ നടത്താൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആ സൈഡിനകത്തുള്ള ലിസ്റ്റിനകത്ത് പ്രധാനമായിട്ടും പറയുന്നുണ്ട് ആ 170 പരീക്ഷകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് വരുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ഒരു വകുപ്പിലേക്കുള്ള ഈ സൈഡിലുള്ള ലിസ്റ്റുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അസിസ്റ്റന്റ് മാനേജർ, അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ്, സർജന്റ്, വിവിധ തലത്തിലേക്കുള്ള സർജന്റുമാര്, പബ്ലിക് റിലേഷൻ ഓഫീസർ KSEB, കൂലി വർക്കർ, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് സർവകലാശാല, ഓഫീസ് അസിസ്റ്റന്റ്, ഫാം വർക്കർ, അതുപോലെ തന്നെ ലയൻമാൻ, സെക്യൂരിറ്റി ഗാർഡ്, ഹൗസ് കീപ്പർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ്, മെഡിക്കൽ സോഷ്യൽ വർക്കർ, കാഷ്യർ ജനറൽ കാറ്റഗറി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയന്റെ മെയിൻസ്, പിന്നെ ഫീൽഡ് വർക്കർ ഫോറസ്റ്റ് ഡെവലപ്മെന്റിലേക്കുള്ള ഫീൽഡ് ഓഫീസർ ഫോറസ്റ്റ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഡിഗ്രി ലെവലിന്റെ മെയിൻസ് പരീക്ഷകൾ, ഫീൽഡ് ഓഫീസറിന്റെ ഡിഗ്രി ലെവലിന്റെ മെയിൻസ് പരീക്ഷകൾ, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നടത്താനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഊർജ്ജമാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് പോയി ഇനി സമയമില്ല. അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ LD ക്ലർക്കിന്റെ കന്നഡ മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നടപടികൾക്ക് സ്റ്റേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മൾ അറിഞ്ഞതാണ് LD ടൈപ്പിസ്റ്റിന്റെ ഈ ഒരു കന്നഡയും മലയാളവും അറിയാവുന്നവർക്ക് തസ്തികയുടെ തുടർ നടപടികൾക്ക് 6 ആഴ്ചത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയെ തുടർന്നാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തത്. മൂല്യനിർണ്ണയത്തിലെ പിശക് കാരണം ഈ തസ്തികയുടെ സാധ്യതാ ലിസ്റ്റ് PSC പുതുക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയൊക്കെ മാറ്റിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഒരു പുതിയ ലിസ്റ്റ് വന്നത്. മാത്രമല്ല സർട്ടിഫിക്കറ്റ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഈ ഒരു സ്റ്റേ വന്നത്. എന്തായാലും LD ക്ലർക്കിന്റെ ഈ ഒരു കന്നഡ മലയാളം പരീക്ഷയിൽ സ്റ്റേ വന്നിട്ടുണ്ട്. ലബോറട്ടറി അസിസ്റ്റന്റിന്റെ 2 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരാഫെഡ് അസിസ്റ്റന്റ്, KSFE അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെയുള്ള 24 തസ്തികയിലേക്ക് PSCയുടെ പുതിയ വിജ്ഞാപനം വരാനായിട്ട് പോവുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കേരാഫെഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ KSFEയിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെയുള്ള 24 തസ്തികയിലേക്കാണ് കേരള PSCയുടെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. കേരാഫെഡിന്റെ അസിസ്റ്റന്റിന്റെ ആദ്യ വിജ്ഞാപനമാണ് വരുന്നത്. അതിൽ 12 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 19 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടറിന്റെ ശുപാർശ 280 ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടാതെ സ്റ്റാഫ് നഴ്സിലേക്ക് 28 പേർക്ക് കൂടി ഉടൻ നിയമനം പോയിട്ടുണ്ടെന്നും പറയുന്നു. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ഫോറം എന്ന് പറയുന്ന കോളത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ പരീക്ഷയെ കുറിച്ചാണ്. നമ്മൾ ഇതിന്റെ ചോദ്യ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇതിൽ ചോദ്യത്തിൽ വൻ കോപ്പിയടി വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിലെ ചോദ്യക്കോഡ് A പ്രകാരം ഏകദേശം എത്ര ചോദ്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, 1 2 3 4 5 ഏകദേശം ഒരു 40-60 ചോദ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്.
കംപ്ലീറ്റ് ചോദ്യങ്ങൾ ഇതിനകത്ത് കോപ്പി അടിച്ചിട്ടുള്ളത് PSC എടുത്തിട്ടുള്ളത് വെബ്സൈറ്റിൽ നിന്നാണ്, ഏതൊക്കെയോ പ്രൈവറ്റ് വെബ്സൈറ്റിൽ നിന്നും, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളാണെന്നും, അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെയോ ഗൈഡുകൾ അതേപോലെ കോപ്പി അടിച്ച് വെച്ചെന്നൊക്കെ എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കാതെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അലിഗേഷൻ പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായാലും ഇതൊക്കെ ന്യൂസ് പേപ്പറിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ പരീക്ഷയിൽ വലിയ രീതിയിലാണ് ഒരു കോപ്പിയടി നടന്നത്. അവസാനത്തെ നിമിഷത്തിൽ യോഗ്യതയിൽ മാറ്റവും വരുത്തിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ എന്തായാലും 100 ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ പിടിച്ച് ചോദ്യം ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് കൊടുക്കരുത്. അങ്ങനെ വന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതൊരിക്കലും PSCയുടെ തലയിൽ കൊണ്ടിടാനായിട്ട് പറ്റത്തില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തവർക്ക് എതിരെ നമുക്ക് ഇതിനകത്ത് കുറ്റം പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം അവരാണ് ഇതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരാണ്, അല്ലേ? കാര്യം എന്താണ്, ഒരു 100 ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുമ്പോഴത്തേക്കും അതേ 100 ചോദ്യങ്ങളെല്ലാം ബാക്കിയുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ പുസ്തകത്തിൽ നിന്നോ ഒക്കെ ഇങ്ങനെ ഈച്ച കോപ്പി അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നത്? അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പണി രാജിവെച്ചിട്ട് പൊക്കൂടെ? അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് തന്നെ മൊത്തത്തിലൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ നിലവിൽ കേരള PSC സാമാന്യം പുതിയ ചെയർമാൻ വന്നതിന് ശേഷം കാര്യങ്ങളിലൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്തായാലും മോശമായിപ്പോയി. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഷോർട്ട് ലിസ്റ്റിൽ ആളെ കുറയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പൺ ഫോറം വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അല്ലെങ്കിൽ IRBയുടെ റെഗുലർ വിങ്ങിന്റെ പോലീസ് കോൺസ്റ്റബിളിന്റെ മെയിൻസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ. ഈ പരീക്ഷ എഴുതിയ നല്ലൊരു വിഭാഗം CPO, ഫയർമാൻ, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, LDC, LGS, അതുപോലെ തന്നെ പല റാങ്ക് ലിസ്റ്റുകളിൽ ഉയർന്ന റാങ്കിൽ ലഭിച്ചവരാണ്. ഈ തസ്തികയിൽ നിയമനം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇവർ IRB മെയിൻ പരീക്ഷ എഴുതിയത് പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുമോ എന്ന ആശങ്ക കൊണ്ടാണ്. അത് നമുക്കറിയാം, ഒരു പരീക്ഷ എഴുതിയില്ല, മെയിൻ പരീക്ഷയൊക്കെ എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആവുമോ എന്നുള്ളൊരു പേടി കാരണമാണ് എന്ത് ചെയ്തത്, പലരും ഈ ഒരു ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലുള്ള 10th ലെവലിന്റെ മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് വന്നത്. ഇതിൽ എഴുതാൻ വന്നതിൽ ഒരുപാട് പേര്, എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് CPOയിലും LDCയിലൊക്കെ ഉള്ളവരാണ്, അല്ലേ? അപ്പോൾ ഇവരാരും IRB പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പോകാൻ അല്ലെങ്കിൽ എൻട്രൻസ് തസ്തിക പങ്കെടുക്കാൻ സാധ്യതയില്ല. 58,000 പേര് എഴുതിയ IRB പ്രിലിംസ് പാസ്സായെന്നും അതിൽ 42,000 പേര് മെയിൻസ് എഴുതിയെന്നുമാണ് വിവരാവകാശ മറുപടി കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ പരീക്ഷ എഴുതിയതെന്ന് വെച്ചാൽ 58,000 പേരാണ് IRB പ്രിലിംസ് പാസ്സായത്. അതിൽ 42,500 പേരാണ്, അല്ലെങ്കിൽ 42,400 പേരാണ് എന്ത് ചെയ്തത്, മെയിൻസ് പരീക്ഷ എഴുതിയെന്നുമാണ് വിവരാവകാശത്തിലൂടെ കഴിഞ്ഞ തവണ IRB റെഗുലർ വിങ്ങിന്റെ അതിൽ വന്നിട്ടുണ്ടായിരുന്ന മറുപടി എന്ന് പറയുന്നത്. ഉദ്യോഗാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ പിന്നീട് ഷോർട്ട് ലിസ്റ്റ് വിപുലീകരിച്ച് വീണ്ടും എൻട്രൻസ് ടെസ്റ്റ് നടത്തേണ്ടി വന്നു. ഇത്തരം കാലതാമസം ഒഴിവാക്കാനായിട്ട് IRB ഷോർട്ട് ലിസ്റ്റിൽ കഴിയുന്നത്ര എണ്ണം ആൾക്കാരെ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് PSC എന്ത് ചെയ്യണം, അടുത്തൊരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് വളരെ മാന്യമായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാര്യം അവർ പറയുന്നതിൽ ഒരു തെറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ IRBയിലെ കട്ട് ഓഫ് കൂട്ടിയിട്ടിട്ട് ആളില്ലാതെ വന്ന അവസാനം പിന്നെ എന്ത് ചെയ്തു, കട്ട് ഓഫ് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-20 മാർക്ക് കുറച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്തത്, അവർ കട്ട് ഓഫ് രണ്ടാമത് ഇട്ടിട്ട് ആളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്താലും വീണ്ടും കാലതാമസം എടുക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാരെ കയറ്റാനായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത PSC വാർത്തയിലേക്ക് തന്നെ പോകാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ 2 ഉത്തരം തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 6 ചോദ്യങ്ങളാണ് ഇതിനകത്ത് പ്രശ്നം വന്നിട്ടുള്ളത്, അല്ലേ? ഒഴിവാക്കിയ ചോദ്യം ക്വസ്റ്റ്യൻ കോഡ് A പ്രകാരമാണ്. ഇതിൽ ശ്രദ്ധിക്കുക, സർവകലാശാല അസിസ്റ്റന്റിന്റെ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് ഏപ്രിൽ 29 നടന്ന 1ാം ഘട്ട ഫസ്റ്റ് ഫേസിന്റെ പരീക്ഷയിൽ 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ചോദ്യക്കോഡ് A പ്രകാരം 2, 8, 26, 49 എന്നീ ചോദ്യങ്ങളാണ് അന്തിമ ഉത്തര സൂചികയിൽ ഒഴിവാക്കിയത്. 2 ചോദ്യങ്ങൾക്ക് പ്രാഥമിക സൂചികയിൽ നൽകിയിട്ടുള്ള ഉത്തരം തിരുത്തിയിട്ടുമുണ്ട്. 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയതോടുകൂടി പരീക്ഷയിലെ ആകെ മാർക്ക് 96 മാർക്കായിട്ട് മാറിയിട്ട്. അപ്പോൾ എന്തായാലും 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ കോഡ് A പ്രകാരം 2, 8, 26, 49 എന്നീ ചോദ്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്തത്. അങ്ങനെ മൊത്തം പരീക്ഷ 96 മാർക്കിന് ആയിട്ടുണ്ട് കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 29 തസ്തികകളിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 30-ാം തീയതി വന്ന ഗസറ്റിനകത്താണ് ഒരു കാര്യം പറയുന്നത്. ഏതൊക്കെ തസ്തികകളാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലീഗൽ അസിസ്റ്റന്റ് കേരള ജല അതോറിറ്റി, അതുപോലെ തന്നെ ജൂനിയർ മാനേജറിന്റെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ കേരള സംസ്ഥാന ജലഗതാഗതം, പ്യൂൺ വാച്ച്മാൻ കേരള
സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, കേരള വിനോദസഞ്ചാര വകുപ്പ്, അതുപോലെ തന്നെ ബ്ലെൻഡിങ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികയിലേക്കൊക്കെയാണ് നിലവിൽ ഇപ്പോൾ കേരള PSC വിജ്ഞാപനം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പറയാം. അതിന് നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തുവിടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന്റെ പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും ഏതൊക്കെ തസ്തികകളാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡൗട്ട് എന്ന് പറയുന്നതാണ് ഈ രജിസ്റ്റർ നമ്പർ തെറ്റിയാൽ അസാധു ആവുമോ എന്നുള്ളൊരു കാര്യം. അതിന്റെ ഉത്തരവൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എങ്ങനെ നമുക്കൊരു അല്ലെങ്കിൽ എന്താണ് ഒരു OMR പരീക്ഷ എങ്ങനെയെങ്കിലും OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറയും പോലെ തന്നെയാണ് ഉത്തരക്കടലാസിൽ രജിസ്റ്റർ നമ്പർ എഴുതുകയും ബബിൾ ചെയ്യുകയും വേണം. ഇതിൽ ഒന്നെങ്കിലും കൃത്യമായി ചെയ്താൽ അസാധു ആകില്ല, രണ്ടും തെറ്റിച്ചാൽ അസാധു ആകും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഉത്തരക്കടലാസിൽ രജിസ്റ്റർ നമ്പർ എഴുതുകയും അത് ബബിൾ ചെയ്യുകയും വേണം. നമുക്കറിയാം ഇപ്പോൾ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ എന്താണ് A1234 ആണെന്ന് വെക്കുക. അതെന്ത് ചെയ്യുക, ബബിൾ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ A ഉണ്ട്, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3ക്ക് പകരം നമ്മൾ ബബിൾ ചെയ്തത് 4ലാണ്, ഇവിടെ 5ലാണ് ഒന്ന് വെക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ബബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസാധു ആകില്ല എന്നാണ് പറയുന്നത്. രണ്ടും തെറ്റിച്ചാൽ അസാധു ആകും. താങ്കൾ കൃത്യമായി ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അസാധു ആകില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഉള്ളത് PSC ഇൻ ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് PSC ഈ ഒരു ആഴ്ചയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട് കുറേ പരീക്ഷകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേരള PSCയുടെ ഈ ഒരു ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഈ അറിഞ്ഞ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സിവിൽ പോലീസ് ഓഫീസറിനെ IPC സെക്ഷനിലെ ലാസ്റ്റ് ക്ലാസ് ഇന്ന് തന്നെ ഉണ്ടാവും. അതിനുശേഷം നാളെ എന്ത് ചെയ്യും, IPC മൊത്തത്തിൽ ഒരു ലൈവിലൂടെ നമ്മൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ LD ക്ലർക്കിൻ്റെത്, യൂണിവേഴ്സിറ്റി LGS എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനൽ മുഖാന്തരം നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.